ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല ഭംഗിയുള്ള ഒരു ലീഫി പ്ലാന്റ് ഇത്. പിറ്റോണിയ എന്നാണ് ഇതിൻ്റെ പേര്. നെവർ പ്ലാന്റ് എന്നും ഇതിനൊരു പേരുണ്ട്. നല്ല ഗ്രീന് ലീഫിൽ നല്ലതായിട്ട് വൈറ്റ് ഇങ്ങനെ കയറി തെളിഞ്ഞിങ്ങനെ വരുന്നതാണ്. നല്ല ഭംഗി, നല്ല തിക്കായിട്ടാണ് ഈ പ്ലാന്റ് ഇങ്ങനെ വളർന്നത്. നല്ല അടുക്കി വെച്ചത് കണക്ക് നല്ല ബുഷിയായിട്ട് വളർന്നു വരുന്നൊരു പ്ലാന്റാണ് ഇത്. ഇതിൻ്റെ ഒരുപാട് കളറുകളുണ്ട്. എൻ്റെ ഇതാണ് നന്നായിട്ട് വരുന്നുള്ളത്. വേറെ ഒന്ന് രണ്ടെണ്ണം ഉണ്ട്. ഇത്രയും ബുഷിയായിട്ട് ആ പ്ലാന്റ് അങ്ങ് വരണില്ല. ഇത് നല്ല ഭംഗിയില്ല. ഇത് കുറേ നാളുകൾ കൊണ്ട് എൻ്റെ കയ്യിലുണ്ട് ഈ പ്ലാന്റ്, നല്ല ഭംഗിയായിട്ട്. പക്ഷെ ഇതിൻ്റെ കെയറിങ് ഒന്നും അറിഞ്ഞുകൂടാതെ ഇരുന്ന സമയത്ത് ഇത് ഫുള്ളും അഴുകി പോകുമായിരുന്നു. ഇപ്പോൾ ഈ പ്ലാന്റ്സിനെ പറ്റി ഇതിൻ്റെ കെയറിങ് ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഈ പ്ലാന്റ്സിൽ നമുക്ക് കൂടുതലായിട്ട് പോട്ട് മിക്സിൽ മണലാണ് ചേർക്കേണ്ടത്. മണൽ കൂടുതലായിട്ട് ചേർക്കുമ്പം ഈ പ്ലാന്റ്സ് അങ്ങ് ചീഞ്ഞു പോകണില്ല. ഒരുപാട് പേർക്കിത് നട്ട് പിടിച്ച് ഒരു ഹെൽത്തി ആയിട്ടൊക്കെ ആയി വരുമ്പോൾ അങ്ങ് അഴുകി പോകണമെന്നാണ് ഒരുപാട് പേരുടെ പരാതി. ഈ പ്ലാന്റ്സ് ഹാങ് ചെയ്തിട്ടിട്ട് നന്നായിട്ട് വളർന്ന് കിട്ടുന്നുണ്ട്. പിന്നെ അത് അഴുകി പോണത് നമ്മൾ ഇത് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുമ്പോൾ തന്നെ മഴ പെയ്യുന്ന സമയത്ത് നേരിട്ട് നമ്മൾ മഴ കൊള്ളണ സമയത്ത് തന്നെ വച്ചിരുന്ന ഈ പ്ലാന്റ് അഴുകി അതിൻ്റെ ലീഫിൻ്റെ ഭംഗിയെല്ലാം അങ്ങ് പോയി, ലീഫെല്ലാം അങ്ങ് അഴുകി തണ്ട് മാത്രമായിട്ട് കിട്ടും. പൂർണ്ണമായിട്ടങ്ങ് നശിച്ചു പോകില്ല, എന്നാലും പ്ലാന്റ്സിൻ്റെ ഹെൽത്തൊക്കെ അങ്ങ് പോവും. കാണാനൊരു ഭംഗിയില്ലാത്തൊരു രീതിയിലങ്ങാവും. അപ്പോൾ മഴയുള്ളപ്പോൾ നമ്മളൊരു ഷെയ്ഡിലോട്ട് മാറ്റി വെച്ചിരുന്ന ഒരു പ്രശ്നമില്ല. ചെറിയ മഴ കൊള്ളണതിനൊന്നും കുഴപ്പമില്ല. നേരിട്ട് വെള്ളം കുറേ പ്രാവശ്യം മഴ ഇങ്ങനെ വീഴുമ്പോൾ ഈ പ്ലാന്റ്സ് പെട്ടെന്ന് അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ അതൊന്ന് സൂക്ഷിച്ചാൽ ഈ പ്ലാന്റ് നല്ലതായിട്ട് കിട്ടും. അടുത്തതായിട്ട് നമ്മൾ നല്ല ലൂസുള്ള പോട്ടി മിക്സാണ് ഈ പ്ലാന്റ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് മണൽ കൂടുതലും കുറച്ച് ചകിരിച്ചോറും നമുക്ക് ചാണകപ്പൊടിയും വേണം. എല്ലുപൊടിയൊക്കെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാൻ നിർബന്ധമൊന്നുമില്ല. ഇത്രയും പോട്ടി മിക്സിൽ തന്നെ ഈ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നല്ല ബുഷിയായിട്ട് പെട്ടെന്ന് ഫിറ്റായിട്ട് ചട്ടി നിറയെ അങ്ങ് വളരും. ബുഷിയായിട്ട് പെട്ടെന്ന് അങ്ങ് വരണുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇത് നട്ടിട്ട് ഇത്തിരി വെയിലുള്ള സ്ഥലത്ത് രാവിലത്തെ ചെറിയ ചൂട് കിട്ടാൻ നല്ലതാണ്. ഒരു 10-11 മണി വരെയൊക്കെ ഒരു കുഴപ്പമില്ല. അതിൻ്റെ ആ വെയിൽ കിട്ടുമ്പോഴാണ് ഈ വൈറ്റ് കളറ് നന്നായിട്ട് കയറി വരണത്. ഇല്ലെന്നുണ്ടെങ്കിൽ നല്ല ഗ്രീനിലോട്ട് പോകും. പിന്നെ ഈ ലീഫ് നന്നായിട്ട് ഇനിയും വളരെ നല്ല വലിപ്പം വയ്ക്കും. ഇതിൽ കൂടെയൊക്കെ നല്ലതായിട്ട് വലിപ്പം വയ്ക്കും ഇത് ഈ ലീഫ്. പിന്നെ ഈ പ്ലാന്റിന് വളം കൊടുക്കുമ്പോൾ നമുക്ക് NPK സ്പ്രേ ചെയ്തതിൻ്റെ ലീഫിൻ്റെ ചോട്ടിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ചെടി നന്നായിട്ട് പെട്ടെന്ന് വളരാൻ നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് പിന്നെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ ചാണകപ്പൊടി, നല്ല ഉണക്ക ചാണകപ്പൊടി ഇതിനൊന്ന് ചൂട് മാറ്റിയിട്ട് ഇട്ട് കൊടുത്താലും നല്ല ബുഷിയായിട്ട് പെട്ടെന്ന് വളരും. പിന്നെ നമുക്ക് അടുത്ത പ്ലാന്റ്സ് പിടിപ്പിക്കാനായിട്ട് പെട്ടെന്ന് എളുപ്പമാണ്, നല്ല എളുപ്പമാണ് ഈ പ്ലാന്റ്. ഇതിങ്ങനെ നോക്കുമ്പോൾ തന്നെ എല്ലാത്തിൻ്റെയും ചുവട് ഇങ്ങനെ വേരിൽ മുട്ടി മണ്ണോടുകൂടി ഇങ്ങനെ റൂട്ട് വന്ന് ഇങ്ങനെ ഇരിക്കും. ഈ പ്ലാന്റ് ഇങ്ങനെ കട്ട് ചെയ്ത് ചെറിയ റൂട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പിടിച്ചിട്ട് അതിനെ കട്ട് ചെയ്തിട്ട് വേറെ പോട്ടിലോട്ടൊന്ന് മാറ്റി കൊടുത്താൽ മാത്രം മതി. എന്നും വെള്ളം കിട്ടണമെന്നില്ല. 1.5 ഇടമൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ നനവ് നോക്കിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇതുപോലെ ഒരു ചെറിയൊരു തണ്ട് എടുത്ത് കുത്തി വെച്ചതാണ്. ഇത് നല്ല ബുഷിയായിട്ട് നല്ല ഭംഗിയായിട്ട് വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് സാഫൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. പിന്നെ ഒച്ച് വരണമെന്ന് നോക്കിക്കൊണ്ട് ഒച്ച് കയറി ഇതിൻ്റെ ലീഫൊക്കെ കടിച്ച് നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കണം. ഇങ്ങനെ തിക്കായിട്ടിരിക്കുമ്പോൾ അതിൻ്റെ അകത്തിരുന്നാൽ നമ്മളറിയില്ല. അത് ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം. കുറേ പേരുടെ പരാതിയായിരുന്നു പ്ലാന്റ്സ് ഇതിങ്ങനെ തിക്കായിട്ട് വരണില്ല. അപ്പോൾ ഇങ്ങനെയെല്ലാം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ചാണകപ്പൊടി ഏറ്റവും നല്ലതാണ് ഈ പ്ലാന്റ്സ് നന്നായിട്ട് വളർന്നു വരാൻ. നല്ല ഉണങ്ങി പൊടിഞ്ഞ ചാണകം എടുത്തിട്ട് ഇതിൻ്റെ ചുവട്ടിൽ ദൂരെ കൂട്ടി മണ്ണിളക്കിയിട്ട് അല്പം വെച്ചാൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമായ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായ മറ്റുള്ളവർക്ക് കൂടി പ്ലാന്റ്സിനെയൊക്കെ സ്നേഹിക്കുന്നവർക്കൊന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കും കമൻറ്റും ചെയ്യാൻ എന്തായാലും മറക്കരുതേ. Okay.